കനത്ത മഴയിൽ പെരിഞ്ഞനത്തും കയ്പമംഗലത്തും നിരവധി വീടുകളിൽ വെള്ളം കയറി. ചാവക്കാട് ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് ബീച്ചിലെ പാർക്കിംഗ് ഗ്രൌണ്ടിലേക്ക് വെള്ളം ഇരച്ചുകയറി. ഇരിങ്ങാലക്കുടയിലും കൊടുങ്ങല്ലൂരിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മഴ പെയ്തതോടെ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. കൃഷിവകുപ്പിന്റെ കോൾഡബിൾ പദ്ധതി പ്രകാരം രണ്ടാം പൂ കൃഷി ഇറക്കിയ കർഷകർ ആശങ്കയിൽ. ചാവക്കാട് താലൂക്ക് ആസ്ഥാനമായി കെഎസ്ആർടിസി ഡിപ്പോ ആരംഭിക്കുമെന്ന് എൻ.കെ. അക്ബർ എം.എൽ.എ. കെഎസ്ആർടിസിയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭാ ഗ്രൌണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുമെന്നും എം.എൽ.എ. മാളയിൽ നിന്ന് തൃശൂരിലേക്കുള്ള കെഎസ്ആർടിസി സർവീസ് വീണ്ടും വെട്ടിക്കുറച്ചതോടെ യാത്രക്കാർ പെരുവഴിയിൽ. കോവിഡിന് ശേഷം പകുതി സർവീസ് നിർത്തലാക്കിയതിന് പിന്നാലെയാണ് 2 ബസ്സുകൾ കൂടി പിൻവലിച്ചത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ മഴയിൽ പരക്കെ നാശം. പെരിഞ്ഞനത്തും കയ്പമംഗലത്തും നിരവധി വീടുകളിൽ വെള്ളം കയറി. പെരിഞ്ഞനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത ബൈപ്പാസ് റോഡിന് സമീപമാണ് കനത്ത വെള്ളക്കെട്ടുണ്ടായത്. ശക്തമായ വെള്ളം ഒഴുകിപ്പോയിരുന്ന കൽവർട്ട് ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് നികത്തിയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം എം.എൽ.എയും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ദേശീയപാത അധികൃതരെ വിളിച്ചുവരുത്തി കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥിരം സംവിധാനം ഒരുക്കുമെന്നും ദേശീയപാത അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു. കയ്പമംഗലം പഞ്ചായത്തിലെ 12ാം വാർഡിലാണ് വെള്ളക്കെട്ടുണ്ടായത്. ദേശീയപാതയുടെ 3 പീടിക ബൈപ്പാസ് കടന്നുപോകുന്ന ഭാഗത്താണ് ദുരിതം. കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് പരാതി ഉയർന്നതോടെ ബൈപ്പാസിന് കുറുകെ 2 കാനകൾ പണിതിട്ടുണ്ടെങ്കിലും പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മഴ ഇന്നലെ പെയ്തപ്പോഴത്തിന് ഈ രൂപത്തിൽ ഇങ്ങനെ ആയത് അറിയാം. എന്താ ചെയ്യാ, കുഞ്ഞുമക്കളൊക്കെ കാണുന്നത് അയച്ചാളൊക്കെ വെള്ളത്തിൽ കിടന്നിട്ട് ആകനെ വലയുന്നു. ഒന്ന് അങ്ങോട്ട് പോവാനാണ്, പീടിയെ പോവാനോ പുറത്തേക്ക് ഇറങ്ങാനോ പറ്റാത്ത രൂപത്തിൽ. ഇവിടെ പറയും 3 അടി വഴി വരെ പുഴയാണ് കാണുന്നത്. ഉമ്മറം കണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റാത്ത. ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് ബ്ലാങ്ങാട് ബീച്ചിലെ പാർക്കിംഗ് ഗ്രൌണ്ട് വെള്ളത്തിൽ മുങ്ങി. പാർക്കിംഗ് ഗ്രൌണ്ടിലെ താൽക്കാലിക കടകളിലും കാർണിവൽ ഉൾപ്പെടെയുള്ളവയിലും വെള്ളം കയറി. മഴ കനത്തതോടെ ദേശീയപാത തിരുവത്രയിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഇരുചക്ര വാഹനങ്ങളടക്കമുള്ളവ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ എഞ്ചിനിൽ വെള്ളം കയറി വാഹനങ്ങൾ ഓഫാകുന്ന സ്ഥിതിയാണ്. സർവീസ് റോഡിലേക്ക് ഉയർന്ന ഭാഗത്തുനിന്ന് വെള്ളം ഒഴുകിപ്പോകാത്തതിനാൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ഇതോടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുവാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. കനത്ത മഴയിൽ കാറളത്തും വേളൂക്കരയിലും മരങ്ങൾ റോഡിലേക്ക് വീണു. ഇരിങ്ങാലക്കുട കാട്ടൂർ റോഡിൽ കാറളം കിഴുത്താണിക്ക് സമീപം മരം റോഡിലേക്ക് കടപുഴകി വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. വേളൂക്കര പട്ടേപ്പാടത്ത് റോഡിലേക്ക് മരം വീണതും ഗതാഗത തടസ്സത്തിന് കാരണമായി. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇരു റോഡിലെയും മരങ്ങൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ.സി. സജീവ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ രാധാകൃഷ്ണൻ, റിനോ പോൾ, കൃഷ്ണരാജ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ എറിയാട് റൂട്ടിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പാലത്തിന് മുകളിലാണ് മരം ഒടിഞ്ഞു വീണത്. അപകടത്തെ തുടർന്ന് പാലത്തിന്റെ കൈവരിക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിലധികം സമയം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പഞ്ചായത്ത് അംഗം പി.കെ. മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഹാർമണി റെസ്ക്യൂ പ്രവർത്തകർ ഗതാഗതം പുനഃസ്ഥാപിച്ചു. എടക്കഴിയൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻവശം ദേശീയപാതയിലെ കൂറ്റൻ തെരുവ് വിളക്ക് ഹൈടെൻഷൻ വൈദ്യുതി കമ്പിയിലേക്ക് വീണു. വൻ ദുരന്തം ഒഴിവായി. 30 അടിയോളം നീളമുള്ള കൂറ്റൻ കാൽ വൈദ്യുതി കമ്പിയിലേക്ക് വീണത്. ഇതുമൂലം പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടു. തെരുവ് വിളക്ക് വൈദ്യുതി കമ്പിയിൽ തങ്ങി നിന്നതിനാൽ അപകടം ഒഴിവായി. ഗുരുവായൂരിൽ തോട് വൃത്തിയാക്കാനെത്തിയ മണ്ണുമാന്തി യന്ത്രം വെള്ളത്തിൽ മുങ്ങി. ചൊവ്വലൂർപ്പടി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിലാണ് മണ്ണുമാന്തി യന്ത്രം പൂർണ്ണമായി മുങ്ങിയത്. ഗുരുവായൂർ നഗരസഭയ്ക്ക് വേണ്ടി കരാറെടുത്ത സ്വകാര്യ വ്യക്തിയുടേതാണ് മണ്ണുമാന്തി യന്ത്രം. വറ്റുവരണ്ട് കിടന്നിരുന്ന തോട് തിങ്കളാഴ്ച രാവിലെ മുതലാണ് വൃത്തിയാക്കാൻ തുടങ്ങിയത്. വൈകിട്ട് 5 മണിയോടെ ജോലി അവസാനിപ്പിച്ച് യന്ത്രം തോട്ടിൽ തന്നെ നിർത്തി. തൊഴിലാളികൾ മടങ്ങി. തിങ്കളാഴ്ച രാത്രി പെയ്ത മഴയിൽ തോട് നിറഞ്ഞ് യന്ത്രത്തിന്റെ മുകൾ ഭാഗം വരെ വെള്ളമെത്തി.
തോട് വൃത്തിയാക്കാൻ 1 മാസം മുമ്പ് നടപടികൾ ആരംഭിച്ചതാണെങ്കിലും നഗരസഭയുടെ NOC അടക്കമുള്ള പേപ്പർ വർക്കുകൾ താമസിച്ചതാണ് പ്രവൃത്തികൾ ആരംഭിക്കാൻ വൈകിയതെന്ന് കരാറുകാർ പറഞ്ഞു. തോട്ടിലെ വെള്ളം വറ്റാതെ മണ്ണുമാന്തി യന്ത്രം പുറത്തെടുക്കാനാകില്ലെന്നും ഉടമ അറിയിച്ചു. ചെളിയും മാലിന്യവും നിറഞ്ഞുകിടക്കുന്ന തോട് വൃത്തിയാക്കുന്ന ജോലികൾ ഇതോടെ തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. മഴയെ തുടർന്ന് ചാലക്കുടി പുഴയിലെ പരിയാരം കൊമ്പൻപാറ തടയണയുടെ ഷട്ടർ പലക മാറ്റി തുടങ്ങി. അപ്രതീക്ഷിതമായി പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെയാണ് പലകകൾ മാറ്റാൻ തുടങ്ങിയത്. ഹിറ്റാച്ച് ഉപയോഗിച്ചാണ് 9 ഷട്ടറിന്റെയും പലകകൾ മാറ്റുന്നത്. മുൻ വർഷങ്ങളിൽ യഥാസമയം ഷട്ടറുകൾ തുറക്കാതിരുന്നത് വിവാദമായിരുന്നു. പുഴയിൽ ചേരുന്ന കപ്പത്തോട്ടിൽ ഇതുമൂലം ക്രമാതീതമായി വെള്ളം ഉയരുകയും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറുന്നതും സ്ഥിരമായി. പരിയാരം പഞ്ചായത്ത് നേരിട്ട് നടത്തിയിരുന്ന പ്രവൃത്തിക്കെതിരെ വ്യാപക പരാതിയും ഉയർന്നിരുന്നു. ഇതോടെ കൊമ്പൻപാറ തടയണ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും ഷട്ടറുകളിൽ പലക ഇടുന്നതും യഥാസമയം എടുത്തുമാറ്റുന്നതും ഇവരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതോടെയാണ് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ബുധനാഴ്ച ഉച്ചയോടെ എല്ലാ ഷട്ടറുകളിലെയും പലകകൾ മാറ്റിത്തീരും. കാറ്റിലും മഴയിലും കുണ്ടന്നൂർ മുട്ടിക്കൽ നഗറിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന വീട്ടിമരം കടപുഴകി റോഡിലേക്ക് വീണു. റോഡിന്റെ വശത്തിലേക്ക് വീണതിനാൽ വലിയ അപകടം ഒഴിവായി. വാർഡ് മെമ്പർ PM സജിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി. മഴ പെയ്തതോടെ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായി. റെഗുലേറ്ററിന്റെ ഇരുഭാഗത്തും കനാലിൽ ബണ്ട് നിർമ്മിച്ചാണ് റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. എന്നാൽ 2 ദിവസമായി പെയ്യുന്ന മഴയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗത്തേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചു. ഇതോടെ പ്രവൃത്തികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും അനാസ്ഥയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OJ ഷാജൻ അഭിപ്രായപ്പെട്ടു. ഓരോ വർഷവും വളയംബണ്ട് കെട്ടുകയും പിന്നീടത് പൊട്ടിക്കുകയും ചെയ്തുകൊണ്ട് കരാറുകാരും ബന്ധപ്പെട്ടവരും ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഇടിയഞ്ചിറ റെഗുലേറ്ററിനെ ഒരു പൊന്മുട്ടയിടുന്ന താറാവാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാട്ടിലെ ജനങ്ങൾ എത്തിച്ചേർന്നിട്ട്. ബന്ധപ്പെട്ട MLAയോ ഉത്തരവാദപ്പെട്ടവരോ ആരും തന്നെ ഇത് ശ്രദ്ധിക്കാതെ വേണ്ട രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന, കൃഷിയെ ബാധിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു സംഗതിയാണ് ഇടിയഞ്ചിറ റെഗുലേറ്റർ എന്ന് ബോധ്യമുണ്ടായിട്ടും സമയബന്ധിതമായി പണി പൂർത്തിയാക്കാൻ ശ്രമിക്കാതെ MLA കാട്ടിയ അവധാനത കൊണ്ടാണ് ഇത് ഇങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നത്. റെഗുലേറ്ററിന്റെ തൂണുകൾ ബലപ്പെടുത്താനുള്ള തേപ്പ് പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. അടിഭാഗത്തുള്ള കോൺക്രീറ്റിംഗ് ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. നിർമ്മാണ സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ പമ്പ് ചെയ്ത് വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏപ്രിൽ മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരുന്നതാണ്. മഴ ഇനിയും ശക്തമായാൽ നവീകരണത്തിന്റെ പൂർത്തീകരണം മാസങ്ങളോളം വൈകും. ഇത് കൃഷിയെയും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും ദോഷകരമായി ബാധിക്കും. TCV ന്യൂസ്, പാവറട്ടി. കൃഷിവകുപ്പിന്റെ കോൾ ഡബിൾ പദ്ധതി പ്രകാരം ഈ വർഷം 2ാം പൂ കൃഷിയിറക്കിയ ജില്ലയിലെ ഏക കോൾ പാടശേഖരത്തിലെ കർഷകർ പ്രതിസന്ധിയിൽ. മഴയെ തുടർന്ന് വിളവെടുക്കാറായ നെല്ല് നശിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ചാഴൂർ കൃഷിഭവൻ പരിധിയിലെ ആലപ്പാട് ചെറുക്കോൾ പാടശേഖരത്തിലെ കർഷകരാണ് അപ്രതീക്ഷിത മഴ മൂലം ആശങ്കയിലായിരിക്കുന്നത്. 35 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിലെ നെല്ല് 2 ആഴ്ചയ്ക്കകം കൊയ്യാവുന്ന സ്ഥിതിയിലായിരുന്നു. പുല്ല് നിറഞ്ഞും കേടുബാധിച്ചും വിളവ് തീരെ മോശം അവസ്ഥയിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് മഴ പെയ്തത്. ഇനിയുള്ള ഏതാനും ദിവസങ്ങളിലും മഴ തുടരുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ നെല്ല് മുഴുവൻ വെള്ളത്തിൽ മുങ്ങുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. നേരത്തെ വന്ന കാലവർഷം ഞങ്ങളുടെ വിളവെടുപ്പിനെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ള സ്ഥിതിയിലാണ്. മഴ പെയ്തതിനെ തുടർന്നിട്ട് കണ്ടങ്ങളിൽ വരുന്ന വെള്ളത്തെ വലിയില്ല. എന്തായാലും അത് സൂര്യപ്രകാശം കിട്ടിയിട്ട് തന്നെ ഡ്രൈ ആവേണ്ട സ്ഥിതിയാണ്. പക്ഷേ അങ്ങനെയല്ലാത്തതുകൊണ്ട് നമ്മൾ കതിര് മാത്രം കൊയ്തെടുക്കാൻ നിർബന്ധിതമാവും. ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ കൊയ്യാൻ തന്നെ പറ്റുമെന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ ചെയ്ത ഒരു കൃഷിയാണ്. ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷമായിട്ട് ചെയ്തു വരുമ്പോൾ ഡബിൾ കോളിന് പ്രത്യേക ധനസഹായം സർക്കാർ തന്നിരുന്നു. 1 ഹെക്ടറിന് 20,000 രൂപ. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് അത് ലഭിക്കുന്നില്ല. പ്രയാസപ്പെട്ട് ഡബിൾ കോളൊക്കെ ചെയ്യുന്ന കർഷകർക്ക് അർഹമായിട്ടുള്ള സഹായം കൊടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിളനഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിന് സഹായം കൂടി നൽകുന്നത് മാത്രമാണ് ഈ തൃശ്ശൂർ കോൾ നിലങ്ങളിൽ ഇരിപ്പു കൃഷി ചെയ്യാനായിട്ട് കഴിയുള്ളൂ.
രണ്ടാം പൂ കൃഷി ഇറക്കാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന കർഷകരും പാടശേഖര സമിതിയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കൃഷി ഇറക്കിയിരുന്നത്. രണ്ടാം പൂ കൃഷിയുടെ നഷ്ടം നികത്താനായി കൃഷിവകുപ്പ് നൽകുന്ന ഹെക്ടറിന് 20,000 രൂപ വീതമുള്ള ഇൻഷുറൻസ് തുകയും കഴിഞ്ഞ 2 വർഷമായി കർഷകർക്ക് കിട്ടിയിട്ടില്ല. കൃഷിവകുപ്പ് ഇടപെട്ട് അടിയന്തരമായി ധനസഹായം നൽകി നെല്ല് കൊയ്തെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. ചാവക്കാട് താലൂക്ക് ആസ്ഥാനമായി KSRTC ഡിപ്പോ ആരംഭിക്കുമെന്ന് NK അക്ബർ MLA പറഞ്ഞു. KSRTCയുടെ സംസ്ഥാനത്തെ ആദ്യ CNG ഔട്ട്ലെറ്റ് ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ദേശീയപാത പൊന്നാനി മുതൽ കൊടുങ്ങല്ലൂർ വരെ KSRTC ഡിപ്പോ ഇല്ല. സദസ്സിലിരുന്ന KSRTC MD PS പ്രമോദ് ശങ്കർ ഇക്കാര്യം പരിഗണിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. സ്ഥലം ഏറ്റെടുത്ത് നൽകണമെന്നാണ് KSRTC ആവശ്യപ്പെട്ടിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതിന് കഴിയുമോ എന്ന കാര്യം ആലോചിക്കണം. അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണം. KSRTCയുടെ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭാ ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കും. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഗുരുവായൂരിനുള്ള സമ്മാനമാണ് CNG ഔട്ട്ലെറ്റ് എന്നും MLA പറഞ്ഞു. ഗുരുവായൂർ KSRTC ഡിപ്പോയിലെ യാത്രാ ഫ്യുവൽസിനോടനുബന്ധിച്ചാണ് CNG ഔട്ട്ലെറ്റും പ്രവർത്തിക്കുന്നത്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. KSRTC MD PS പ്രമോദ് ശങ്കർ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ CGM ഗീതിക വർമ്മ, വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ, PK സൈദാലിക്കുട്ടി, PI സൈമൺ, PC ഷാഹു, M മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മാളയിൽ നിന്ന് തൃശൂരിലേക്കുള്ള KSRTC സർവീസ് വീണ്ടും വെട്ടിക്കുറച്ചതോടെ യാത്രക്കാർ പെരുവഴിയിൽ. കോവിഡിന് ശേഷം പകുതി സർവീസ് നിർത്തലാക്കിയതിന് പിന്നാലെയാണ് മാർച്ച് മാസം മുതൽ 2 ബസ്സുകൾ കൂടി പിൻവലിച്ചത്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗോശ്രീ പാലം വഴി 2 ബസ്സുകൾ ആരംഭിച്ചതാണ് തൃശൂരിലേക്കുള്ള സർവീസ് കുറയാൻ ഇടയാക്കിയതെന്നാണ് ജീവനക്കാർ പറയുന്നത്. എറണാകുളത്തേക്ക് ആരംഭിച്ച ബസ് ഒരു ദിവസം മുഴുവൻ സർവീസ് നടത്തിയാൽ ലഭിക്കുന്ന കളക്ഷനേക്കാൾ കൂടുതൽ തൃശൂരിൽ നിന്ന് മാളയിലേക്ക് ഒരു തവണ ഓടിയെത്തിയാൽ ലഭിക്കുമെന്ന് ഒരു വിഭാഗം ജീവനക്കാരുടെ വാദം. തിങ്കളാഴ്ച വൈകിട്ട് 3:30 മുതൽ AG's ഓഫീസിന് മുൻപിലെ കാത്തുനിൽപ്പ് സ്ഥലത്ത് നിന്ന് യാത്രക്കാർക്ക് 1 മണിക്കൂറിന് ശേഷമാണ് മാളയിലേക്ക് ബസ് ലഭിച്ചത്. തൃശൂരിൽ നിന്ന് 120 യാത്രക്കാരാണ് കയറിയതെന്ന് ബസ്സിലെ കണ്ടക്ടർ വ്യക്തമാക്കി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചവിട്ടുപടിയിൽ നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നതായി ബസ്സിലെ യാത്രക്കാർ പറഞ്ഞു. മാളയിലേക്ക് തൃശൂരിൽ നിന്ന് ബസ് സർവീസ് തുടങ്ങുന്ന സ്ഥലത്ത് 100-ലധികം യാത്രക്കാർ കാത്തുനിന്നെങ്കിലും പലർക്കും കയറാൻ കഴിഞ്ഞില്ല. KSRTC ബസ് കുറവായതിനാൽ 1 മണിക്കൂർ കാത്തുനിന്ന് വരുന്നതിൽ കയറാൻ പോലും കഴിയാത്ത തിരക്കായതിനാൽ പലപ്പോഴും ഇരിങ്ങാലക്കുട വഴിയുള്ള സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. മാളയിൽ നിന്ന് 50 ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് കോവിഡിന് ശേഷം 24 കുറച്ചിരിക്കുകയാണ്. ഗ്രാമീണ മേഖലയിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തലാക്കിയിരിക്കുകയാണ്. സർവീസുകൾ വെട്ടിക്കുറച്ചതിൽ ജീവനക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണ്. യാത്രാ ദുരിതം രൂക്ഷമായിട്ടും KSRTC അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. TCV ന്യൂസ്, മാള. എരുമപ്പെട്ടി പഞ്ചായത്ത് 1-ാം വാർഡ് ഗ്രാമസഭയിൽ നിന്നും അംഗങ്ങൾ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ 4.5 വർഷമായി വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഗ്രാമസഭാംഗങ്ങൾ പ്രമേയം അവതരിപ്പിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, വാർഡംഗം റീന വർഗീസ്, JHI ജോസഫ്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ K ഗോവിന്ദൻകുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു. ചാവക്കാട് പരപ്പിൽ താഴത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ സാമൂഹ്യവിരുദ്ധർ തകർത്തു. ചൊവ്വാഴ്ച രാവിലെ ഉടമസ്ഥൻ ദിബിൻ കാർ എടുക്കാൻ നോക്കിയപ്പോഴാണ് കാറിന്റെ ബോണറ്റും മുൻവശത്തെ ഗ്ലാസും തകർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. സ്ഥിരമായി അയൽവാസിയുടെ വീട്ടുമുറ്റത്താണ് ദിബിൻ കാർ നിർത്തിയിടാറുള്ളത്. വീട്ടുമുറ്റത്ത് ആളുകളുടെ ശബ്ദം കേട്ടിരുന്നതായി അയൽവാസികൾ പറയുന്നു. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ഇത്ത വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മറുത്തൊരു കല്ല് കിടക്കുന്ന ചേച്ചിയെന്നൊന്ന് പറഞ്ഞു. അപ്പോൾ വല്ല ടൈല് പൊട്ടിക്കാലും ചെയ്താൽ മരിച്ച്. ഇതൊന്നും അപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല. മോൻ വണ്ടി എടുക്കാൻ വന്നപ്പോഴാണ് ഇത് കണ്ടത്. ആരെങ്കിലും സംശയം ഉണ്ടോ? നമ്മളെ ആലോചിച്ചിട്ട് പറയുക. 3 പീടികയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മതിലിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി കുഞ്ഞുമാക്കാൻ പുരയ്ക്കൽ സിനീഷനാണ് പരിക്കേറ്റത്. ഇയാളെ 3 പീടിക ഫസ്റ്റ് എയ്ഡ് ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് UDF എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. എരുമപ്പെട്ടി സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം PS സുനീഷ് ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ചന്ദ്രപ്രകാശ് എടമന, K ഗോവിന്ദൻകുട്ടി, TN നമ്പീശൻ തുടങ്ങിയവർ സംസാരിച്ചു. MC ഐജു, KR രാധിക, AU മനാഫ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിലെ മികച്ച കർഷകരിൽ ഒരാളാണ് വേലൂർ സ്വദേശി ദിലീപ്. പപ്പായ കൃഷിയാണ് ദിലീപിന്റെ തോട്ടത്തിലെ ഇത്തവണത്തെ ഹൈലൈറ്റ്. വിളകളിലെ വൈവിധ്യവും നഷ്ടമില്ലാത്ത കൃഷിരീതികളുമാണ് ദിലീപ് എന്ന കർഷകനെ വ്യത്യസ്തനാക്കുന്നത്. വിവിധ വിളകൾ നിറഞ്ഞ ദിലീപിന്റെ കൃഷിത്തോട്ടത്തിൽ ഇപ്പോൾ പപ്പായ കൃഷി വിളവെടുപ്പാണ് നടക്കുന്നത്. കിരാലൂരിലെ പെരുമ്പിള്ളിപ്പാട്ട് ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കർ കൃഷിയിടത്തിൽ മറ്റ് വിളകളോടൊപ്പമാണ് പപ്പായ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ വർഷം പരീക്ഷണാടിസ്ഥാനത്തിലാണ് പപ്പായ കൃഷി ചെയ്തതെന്നും റെഡ് ലേഡി വിഭാഗത്തിലെ ചെടികളാണ് കൃഷിക്കായി തിരഞ്ഞെടുത്തതെന്നും ദിലീപ് പറഞ്ഞു. ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഞാൻ കൃഷി തുടങ്ങി ഒരു വർഷമാവുന്നു ഇതിൽ തുടങ്ങിയിട്ട്. വാഴ അങ്ങനെയുള്ള എല്ലാ കൃഷികളും ഉണ്ട്. പച്ചക്കറികൾ, തെങ്ങ്, കഴുങ്ങ്. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു 6 മാസമായിട്ടുള്ള പപ്പായാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. 6 മാസം കൊണ്ട് ഇപ്പോൾ ഒരടി ഉയരാകുമ്പോഴേക്കും ഇത് കായ്ച്ചു തുടങ്ങി. ഇപ്പോൾ റെഡ് ലേഡി ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് വിജയിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ ആൾക്കാർ ഇതിനോട് താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടും ആൾക്കാർ മേടിക്കുന്നുണ്ട്. പിന്നെ കൃഷി വകുപ്പിൻ്റെ എക്കോ ഷോപ്പിൽ, അതേപോലെ ആഴ്ച ചന്തയിൽ അങ്ങനെയുള്ളതിൽ കൊടുത്തു പോരുന്നുണ്ട്. 6 മാസം മുമ്പാണ് തൈ നട്ടത്. ഏകദേശം 5 അടിയോളം ഉയരം വരുന്ന ചെടിയിൽ 1 അടിയോളം ഉയരം മുതൽ കായ്ച്ചു തുടങ്ങും. തികച്ചും ജൈവ കൃഷി രീതിയാണ് ചെയ്യുന്നത്. ചാണകപ്പൊടി, കടല, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവയാണ് പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. ജലനഷ്ടം കുറയ്ക്കാൻ ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് ചെയ്തിരിക്കുന്നത്. 300 കിലോയോളം പപ്പായ വിളവെടുപ്പ് ഇതുവരെ ലഭിച്ചതായി ദിലീപ് പറഞ്ഞു. TCV എരുമപ്പെട്ടി. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ സംഭവത്തിൽ 20ഓളം പേർക്കെതിരെ ചാവക്കാട് പോലീസ് കേസെടുത്തു. KPCC മുൻ അംഗം CA ഗോപപ്രതാപൻ, ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 20ഓളം പേർക്കെതിരെയാണ് കേസ്. അനുമതിയില്ലാതെയും ഗതാഗതവും ജനസഞ്ചാരവും തടസ്സപ്പെടുത്തിയും മാർച്ച് നടത്തിയതിനാണ് കേസെടുത്തിട്ടുള്ളത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ MDMAയുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. തൃക്കൂർ സ്വദേശി ചിറക്കൽ വീട്ടിൽ ധീരജ്, കല്ലൂർ പാലക്കാപ്പറമ്പ് സ്വദേശി കോണത്തുപറമ്പിൽ വീട്ടിൽ ആകാശ് എന്നിവരെയാണ് ലഹരി വിരുദ്ധ സ്ക്വാഡും പുതുക്കാട് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പുലക്കാട്ടുകര, കല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. പുതുക്കാട് SIമാരായ N പ്രദീപ്, ലാലു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിതീഷ്, CPO ആൻഡു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം കൂരിക്കുഴി കോഴിപ്പറമ്പിൽ കുടുംബക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് ഷൈനിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 1,60,500 രൂപ വീതം പിഴ ഒടുക്കുന്നതിനും ശിക്ഷ വിധിച്ചു. കൂരിക്കുഴി നിവാസികളായ കിഴക്കേ വീട്ടിൽ ഗണപതി എന്ന് വിളിക്കുന്ന ചിരട്ടപ്പുരയ്ക്കൽ വിജീഷ്, കണ്ണൻ എന്ന് വിളിക്കുന്ന ചിരട്ടപ്പുരയ്ക്കൽ ജിത്ത് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് N വിനോദ് കുമാർ ശിക്ഷ വിധിച്ചത്. 2007 മാർച്ച് 27-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ്, അഡ്വക്കേറ്റ് PA ജെയിംസ്, അഡ്വക്കേറ്റ് എബിൻ ഗോപുരൻ, അഡ്വക്കേറ്റ് അൽജോ P ആന്റണി, അഡ്വക്കേറ്റ് PS സൗമ്യ എന്നിവർ കോടതിയിൽ ഹാജരായി. 16 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗിക പീഡനം നടത്തിയ കേസിൽ യുവാവിനെ 39 വർഷം കഠിന തടവിനും 2,40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മതിലകം മാങ്ങാലിപ്പറമ്പിൽ വീട്ടിൽ റിൻഷാദിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയ്യിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 21 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രതിയിൽ നിന്നും പിഴ ഈടാക്കുന്ന പക്ഷം പിഴത്തുക കുട്ടിക്ക് നൽകാനും കോടതി വിധിച്ചു. 2022 ഡിസംബർ 14-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ കോടതിയിൽ ഹാജരായി. വേലൂർ പാത്രമംഗലത്ത് വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. കുന്നംകുളം ചെറുവത്തൂർ സുനോജിന്റെ 15 വയസ്സുള്ള മകൻ അദ്വൈതാണ് മരിച്ചത്.
പാത്രമംഗലത്തിനടുത്ത് ആദൂരിലുള്ള അമ്മയുടെ വീട്ടിൽ വിരുന്ന് വന്നതായിരുന്നു. കളിക്കുന്നതിനിടയിൽ കുളത്തിൽ വീണ പന്തെടുക്കാൻ ഇറങ്ങിയപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നുവെന്ന് പറയുന്നു. കുട്ടികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി കുട്ടിയെ മുങ്ങിയെടുക്കുകയായിരുന്നു. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ചെറുവത്തൂർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അദ്വൈത്. തൃശൂർ അതിരൂപതാ ദിനാഘോഷം കണ്ടശാങ്കടവ് സെന്റ് മേരീസ് നേറ്റിവിറ്റി ഫൊറോന പള്ളിയിൽ നടന്നു. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ.എസ്. അനിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. മാർ ടോണി നീലങ്കാവിൽ, ഫാദർ സോളി തട്ടിൽ, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അതിരൂപതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ഫാദർ പോൾ പയ്യപ്പിള്ളി, ഫാദർ തോമസ് വാഴക്കാല, ജാൻസി പോൾ, ഡോക്ടർ ആന്റണി തോപ്പിൽ എന്നിവർക്ക് സമ്മാനിച്ചു. കടപ്പുറം തൊട്ടാപ്പിലെ വാതക ശ്മശാനം പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ. പരാതിയുമായി ഡിവൈഎഫ്ഐ കടപ്പുറം മേഖലാ കമ്മിറ്റി രംഗത്ത്. കടപ്പുറം പഞ്ചായത്തിലെ ലൈറ്റ് ഹൌസിനടുത്തായി സ്ഥാപിതമായ വാതക ശ്മശാനം മാസങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. 2018 സ്മൃതിതീരം എന്ന പൊതുശ്മശാനം സ്ഥാപിച്ചത്. 80 ലക്ഷം രൂപ ചിലവഴിച്ച സ്മൃതിതീരം പ്രവർത്തിക്കാതെ മാസങ്ങളോളമായി പൂട്ടിക്കിടക്കുകയാണ്. കെട്ടിടത്തിന് ചുറ്റും കാടുപിടിക്കുകയും മൃതദേഹങ്ങൾ ദഹിപ്പിക്കാനായി നിർമ്മിച്ച സംവിധാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പ്രതിപക്ഷ മെമ്പർമാരുടെ നേതൃത്വത്തിൽ മൃതദേഹം വച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും വാതക ശ്മശാനം പ്രവർത്തനക്ഷമമാക്കാൻ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. സാധാരണ 3000 രൂപയാണ് മൃതശരീരം സംസ്കരിക്കാൻ ഇവിടെ ഈടാക്കിയിരുന്ന നിരക്ക്. എന്നാൽ ഈ നിരക്ക് കൂടുതലാണെന്ന ആക്ഷേപവുമുണ്ട്. നിർധനരായ കുടുംബങ്ങൾക്ക് സൗജന്യമാക്കണമെന്നും നിലവിലെ സാങ്കേതികമായുള്ള തടസ്സങ്ങൾ പരിഹരിച്ച് വാതക ശ്മശാനം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കണമെന്നും ഡിവൈഎഫ്ഐ കടപ്പുറം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് PH മഹ്റൂഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം കടപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ചാവക്കാട്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മങ്ങാട് നിന്നും ആരംഭിച്ച പ്രകടനം നെല്ലുവായി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU ഏരിയ പ്രസിഡന്റ് KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ അധ്യക്ഷനായി. കോർഡിനേഷൻ പഞ്ചായത്ത് കൺവീനർ PT ദേവസി, PB ബിബിൻ, PA ബൈജു, KC രാജൻ, PA ഗിരിജൻ, CM അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് മുന്നിൽ ചാടിയ വയോധികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ഇയാൾ ഗുഡ്സ് ട്രെയിൻ വരുന്നതിനിടെ മുന്നിലേക്ക് ചാടുകയായിരുന്നു. തിരുവില്ലാമല സ്വദേശി രാമചന്ദ്രനാണ് ചാടിയത്. ചാടിയ ഉടനെ ട്രാക്കിനുള്ളിൽ കിടന്ന രാമചന്ദ്രൻ ട്രെയിൻ പോയതിനു ശേഷം തന്നെ എഴുന്നേറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് വരികയായിരുന്നു. കാലിന് നിസാര പരിക്കേറ്റ രാമചന്ദ്രനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അളഗപ്പ നഗർ NTC മില്ലിന്റെ പറമ്പിലെ വാട്ടർ ടാങ്കിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വരാക്കര സ്വദേശി എറണാടൻ വീട്ടിൽ സന്തോഷിന്റെ മകൻ 24 വയസ്സുള്ള ആദിത്യനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. വരന്തരപ്പിള്ളിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ആദിത്യൻ ജോലി കഴിഞ്ഞ് വൈകിട്ട് എത്താതിരുന്നതോടെ സുഹൃത്തുക്കൾ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് ആദിത്യന്റെ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ടാങ്കിന്റെ താഴെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മലയാള സിനിമാ ചരിത്രത്തിൽ ചിരികൊണ്ട് സ്വന്തം മുഖം വരച്ചു ചേർത്ത ബഹദൂറിന് ഇനി അക്ഷരവടിവിൽ ഒരു സ്മാരകം. തനതു മലയാളം ലിപി രൂപകൽപ്പനയിലൂടെ ശ്രദ്ധേയനായ KH ഹുസൈനാണ് ബഹദൂർ എന്ന പേരിൽ പുതിയ മലയാളം ഫോണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ബഹദൂറിന് ജന്മനാട്ടിൽ ഒരുക്കിയ സ്വീകരണത്തിന്റെ തുടർച്ചയായി 1978 പുറത്തിറക്കിയ സ്മരണികയാണ് ബഹദൂർ ഫോണ്ടിന് കാരണമായത്. സ്മരണികയുടെ കവർ ഡിസൈൻ ചെയ്തത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. കവർ പേജിൽ നമ്പൂതിരി വരച്ച അക്ഷരങ്ങളുടെ മാതൃകയിലാണ് KH ഹുസൈൻ ബഹദൂർ ഫോണ്ട് തയ്യാറാക്കിയത്. ബഹദൂർ പുസ്തകത്തിന്റെ ഈ കവറ് എന്നെ വല്ലാതെ ആകർഷിച്ചു. അന്ന് തന്നെ നമ്പൂതിരി വരച്ച കവറാണ്. ആ കവറിൻ്റെ തൊട്ടടുത്ത് ബഹദൂർ സ്മരണിക എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. കാരണം
ആ ഓരോ അക്ഷരങ്ങളിലും ബഹദൂറുണ്ട്. ഞാൻ കഴിഞ്ഞ 10-25 വർഷമായിട്ട് മലയാളത്തിൽ ഫോണ്ട് ഉണ്ടാക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഒരു ഫോണ്ട്, ഈ ഒരു കാലിഗ്രാഫി അടിസ്ഥാനമാക്കിയിട്ടൊരു ഫോണ്ട് ഉണ്ടാക്കിയാലോ എന്നൊരു ആലോചന വന്നു. അങ്ങനെ അതിൻ്റെ വർക്ക് തുടങ്ങി. 1999 മലയാളം ലെക്സിക്കൻ സബ് എഡിറ്ററായിരുന്ന ചിത്ര ജയകുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച രചനാ അക്ഷരവേദിയാണ് ബഹദൂർ ഉൾപ്പെടെയുള്ള സ്വതന്ത്ര ഫോണ്ടുകളുടെ അണിയറക്കാർ. ഇന്ത്യയിലെ പ്രശസ്ത ഡിജിറ്റൽ ആർക്കൈവായ സായാഹ്നയുടെ ഡയറക്ടർ CV രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ രചനാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൈപ്പോഗ്രഫിയാണ് യൂണിക്കോഡ് ഫോണ്ടുകൾ ഡിസൈൻ ചെയ്ത് സംരക്ഷിക്കുന്നത്. TCB ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൊയക്കാവ് തണ്ടഴിപ്പാടം വൈലി ദേവി ക്ഷേത്രം കൽവിളക്കിൽ നെയ്ച്ചോറ് വിതറി വിശ്വാസത്തെയും ആചാരത്തെയും തകർക്കുന്നതിനു വേണ്ടി ഇരുട്ടിന്റെ സന്തതിയിൽ നടത്തിയ നടപടിയിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചു. സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി പ്രതിഷേധ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി താലൂക്ക് സെക്രട്ടറി ശശി ആനക്കുട്ടിൽ അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തൊയക്കാവ്, ഷൈജൻ നമ്പനത്ത്, ശരവണൻ പാടൂർ, ആരി വേണു തുടങ്ങിയവർ സംസാരിച്ചു. വാഹനാപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കോടഞ്ഞ സ്വദേശിയായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. പനമുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന കോടന്നൂർ സ്വദേശി വടക്കൂട്ട് വീട്ടിൽ ദാസൻ സിന്ധു ദമ്പതികളുടെ മകൻ വിഷ്ണുദാസനാണ് ഗുരുതര പരിക്കേറ്റത്. ഈ മാസം 15-ന് വ്യാഴാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നെടുപുഴയിൽ വെച്ചുണ്ടായ അപകടത്തിൽ അതിഗുരുതരമായ പരിക്കേറ്റ് അബോധാവസ്ഥയിലായ വിഷ്ണുദാസിനെ കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2 ശസ്ത്രക്രിയകൾ ഇതിനകം നടന്നു കഴിഞ്ഞു. വാടക വീട്ടിൽ താമസിക്കുന്ന വിഷ്ണുദാസിന്റെ കുടുംബം സാമ്പത്തികമായി ഏറെ പിന്നോക്കാവസ്ഥയിലാണ്. വിഷ്ണുദാസിന്റെ വരുമാനം കൊണ്ടാണ് കുടുംബം ജീവിച്ചു പോന്നിരുന്നത്. കോടന്നൂരിൽ നിന്നും ആര്യമ്പാടത്തേക്ക് പോകുന്ന വഴിയിൽ താമസിച്ചിരുന്ന വടക്കൂട്ട് വീട്ടിൽ ദാസൻ മകൻ വിഷ്ണുദാസ്, 24 വയസ്സായ മകൻ, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ഇതിനോടകം തന്നെ 2 സർജറികൾ കഴിഞ്ഞു. മുഴുവൻ പൈസയും ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഇവർ താമസിക്കുന്നത് പനമുക്കിലെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ 24 വയസ്സായ വിഷ്ണുദാസിൻ്റെ വരുമാനം കൊണ്ടാണ് വീട് കഴിഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരുടെയും സാമ്പത്തിക സഹായം ഈ മകന് ആവശ്യമാണ്. ഇനിയും ആവശ്യമായി വരുന്ന ശസ്ത്രക്രിയകൾക്കും തുടർ ചികിത്സയ്ക്കുമായി ഭീമമായ സംഖ്യ ആവശ്യമുണ്ട്. സുമനസുകൾക്ക് വിഷ്ണുദാസിന്റെ അമ്മയുടെ 9747675845 എന്ന ഗൂഗിൾ പേ നമ്പറിലൂടെയോ QR കോഡിലൂടെയോ സാമ്പത്തിക സഹായം അയക്കാവുന്നതാണ്. TCB ന്യൂസ്, തൃശൂർ. കൊടുങ്ങല്ലൂർ അഴീക്കോട് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച മകൻ അറസ്റ്റിൽ. അഴീക്കോട് കണ്ണേരച്ചാൽ കോഴിപ്പറമ്പിൽ വീട്ടിൽ കണ്ണനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടിലെ എയർ കണ്ടീഷണർ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നശിപ്പിച്ചതിന് ചോദ്യം ചെയ്ത അമ്മയെ കണ്ണൻ ആക്രമിക്കുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർമാരായ K. സാലിം, സജിൽ, രാജി, സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. UDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കരിദിനാചരണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ ഷാഹിർ റഹ്മാൻ, NR സതീശൻ, PJ രാജു തുടങ്ങിയവർ സംസാരിച്ചു. കേരള ജനതയോടുള്ള വെല്ലുവിളിയും അവസാനിപ്പിക്കണമെന്ന് ഏതെല്ലാം മേഖലകളിൽ ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,710 രൂപ, പവന് 69,680 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,398 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴയിൽ പെരിഞ്ഞനത്തും കയ്പമംഗലത്തും നിരവധി വീടുകളിൽ വെള്ളം കയറി. ചാവക്കാട് ശക്തമായ വെയിലേറ്റത്തെ തുടർന്ന് ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വെള്ളം ഇരച്ചു കയറി. ഇരിങ്ങാലക്കുടയിലെ കൊടുങ്ങല്ലൂരിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മഴ പെയ്തതോടെ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. കൃഷിവകുപ്പിന്റെ കോൾഡബിൾ പദ്ധതി പ്രകാരം 2ാം ഭൂകൃഷി ഇറക്കിയ കർഷകർ ആശങ്കയിൽ.
ചാവക്കാട് താലൂക്ക് ആസ്ഥാനമായി KSRTC ഡിപ്പോ ആരംഭിക്കുമെന്ന് NK അക്ബർ MLA. KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭാ ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുമെന്നും MLA. മാളയിൽ നിന്ന് തൃശൂരിലേക്കുള്ള KSRTC സർവീസ് വീണ്ടും വെട്ടിക്കുറച്ചതോടെ യാത്രക്കാർ പെരുവഴിയിൽ. കോവിഡിന് ശേഷം പകുതി സർവീസ് നിർത്തലാക്കിയതിന് പിന്നാലെയാണ് 2 ബസ്സുകൾ കൂടി പിൻവലിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.